എന്തൊക്കെയാ അജു ഇവിടെ നടക്കുന്നത്? ആദ്യം എങ്ങനെയാ മീരമോളെ വിവാഹം കഴിച്ച് അത് 2 വർഷങ്ങൾക്ക് മുമ്പേ എന്ന് പറയുമ്പോ? ദത്തനും കുടുംബവും പോയതിനു ശേഷമുള്ള ചർച്ചയിലാണ് എല്ലാവരും. ചോദ്യം മുഴുവൻ അജുവിന് നേരെയാണ്. ആദിയോട് നേരിട്ടൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് അജുവാണ് പെട്ടത്. ഒരു നിമിഷം അജു അഗ്നിയെയും ആഷിനെയും ഒന്ന് നോക്കി. ഇരുവരും എല്ലാം നീ തന്നെ പറഞ്ഞോ എന്ന് കൈയൊഴിഞ്ഞ മട്ടാണ്. അജു വലിച്ച ഞാനെന്ത് പറയാനാ? എല്ലാം അവന്റെ തീരുമാന. എന്റെ കുഞ്ഞുമണി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒന്നും. എന്ന് വെച്ചാ മീരമോളുടെ സമ്മതമില്ലാണ്ട് നടത്തിയതാണോ വിവാഹം? സുധാമയാണ് ചോദിച്ചത്. മീരയോട് അവർക്ക് ആർക്കും ഒരു പരിഭവം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവളെ വേദനിപ്പിച്ചുകൊണ്ട് നടന്ന വിവാഹമാണോ ഇതെന്ന് ആദ്യം നല്ലപോലെ ഉണ്ടായിരുന്നു. സുധാമയുടെ ചോദ്യം കേൾക്കെ അജു ഒന്ന് ചിരിച്ചു. അവളുടെ സമ്മതമില്ലാതെയല്ല അപ്പച്ചി, സമ്മതിക്കേണ്ടി വന്നതാ. അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം അവൾ ആദ്യമായി കണ്ടതു മുതൽ അവരുടെ വിവാഹം നടന്നവരുള്ള എല്ലാ കാര്യവും അവരോരോരുത്തരെയും പറഞ്ഞു കേൾപ്പിച്ചു. പൂർണ്ണമായി ഒന്നും പറഞ്ഞില്ലെങ്കിലും അറിയേണ്ടത് മാത്രം ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ആദ്യത്തിന്റെയും ദത്തിന്റെയും കാര്യം മനഃപൂർവ്വം തന്നെ അവൻ മറച്ചുവെച്ചു. അപ്പൊ അവളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തിയ വിവാഹമായിരുന്നോ? ആര്യനാണ്. അവന്റെ ചോദ്യത്തിലെ മൂർച്ചയും പരിഹാസവുമെല്ലാം അജുവിന് നന്നായിട്ട് തന്നെ മനസ്സിലായി. മീരയോട് അവന് തോന്നിയത് കേവലം ഒരു അട്രാക്ഷൻ അല്ലായിരുന്നു എന്ന് അവന്റെ ആ ചോദ്യത്തിൽ നിന്ന് പോലും വ്യക്തമാണ്. എങ്ങനെ നടന്ന വിവാഹമായാൽ പോലും ആദ്യം അവൾ പ്രണയിക്കുന്നുണ്ട് ആര്യ. മറ്റാരിലും എന്തിലേറെ വിശ്വസിക്കുന്നുണ്ട്. ഇന്നിവിടെ നടന്ന സമ്പത്തിൽ നിന്നെല്ലാം മനസ്സിലായതല്ലേ, പിന്നെന്തിനാ ഇങ്ങനൊരു ചോദ്യം? പിന്നെ അവളോട് ഇതിനെക്കുറിച്ച് ആരൊന്നും ചോദിക്കാനും പറയാൻ നിൽക്കണ്ട. ആരെയും ഒന്നിനെ എതിർത്ത് ശീലമല്ല അവൾക്ക്, പ്രത്യേകിച്ച് ആദിയെ. അവൻ പറയുന്നത് എന്താണോ അതിനനുസരിക്കാൻ മാത്രമേ അവൾ ശ്രമിക്കൂ. ആദിയുടെ തീരുമാനമാണല്ല, അതിനെതിർക്കാനോ ചോദ്യം ചെയ്യാനോ ഇനി ആരും ശ്രമിക്കരുത്. എല്ലാവരോടുമായി അത്രയും പറഞ്ഞുകൊണ്ട് അജു ആയുഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്ക് നടന്നു. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ആയുഷു അജുവിന്റെ പുറകെ ചെന്നു. എന്നാൽ ഇതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. മകൾ ഫാമിലിയിലെ ആദ്യത്തെ പേരക്കുട്ടിയാ. അവന് രാജകുമാരി പോലെ ഒരു പെൺകുട്ടിയെ വേണം വധുവായിട്ട് വരാൻ. ഇതിപ്പോ സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലാത്തൊരു പെണ്ണ്. ഉള്ളിലെ വിഷമവും ദേഷ്യവും അമർഷവും ഒന്നാകെ മാധവൻ പുറത്തേക്ക് തുപ്പി. മാധവ, ഇപ്പൊ പറഞ്ഞു, ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാ. അയാൾക്ക് നേരെ ഒരു താക്കീതോടെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ തിരിഞ്ഞടന്നു. പുറകെ ബാക്കിയുള്ളവരും. സുധാമയും മാധവനൊന്ന് ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. നാണക്കേടും പകയും കൊണ്ട് മാധവന്റെ ഉള്ളം പുകഞ്ഞു. മിഴികൾ പതിയെ ചിമ്മി തുറക്കുമ്പോൾ അരികിൽ അവനുണ്ടായിരുന്നില്ല. എങ്കിലും ആ ഗന്ധം തനിക്ക് ചുറ്റുമുണ്ടെന്ന് തോന്നിപ്പോയവൾക്ക്. അവന്റെ മുറിയിൽ അവന്റെ ബെഡിലായിട്ടാണ് കിടത്തം. നേരത്തെ ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ മിന്നിമാഞ്ഞു. അതേ ചിരിയോടെ എഴുന്നേറ്റിരുന്ന് മുട്ടുകാലായി കവിൾ ചേർത്ത് വെച്ചിരുന്നവൾ ബാൽക്കണിയിൽ നിന്നും ഫോണിൽ സംസാരിച്ചുകൊണ്ട് കയറി വന്ന ആദ്യ കാണുന്ന കാഴ്ചയും ഇതുതന്നെയാണ്. തന്റെ കിളിക്കുഞ്ഞിന്റെ ചുണ്ടിലെ ചിരിയും ആ ഇരുത്തവുമൊക്കെ അവനിലും ഒരു പുഞ്ചിരി വിടർത്തി. പക്ഷെ ആദ്യം നോക്കിയ മീരയുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു. ഷർട്ടിടാതെ ഒരു ജീൻസ് മാത്രമാണ് അവന്റെ വേഷം. ഉറച്ച ശരീരത്തിൽ എടുത്തു കാണിക്കുന്ന പേശികൾ. ഹൃദയത്തിന്റെ ഭാഗത്തായി ടാറ്റു ചെയ്തിരിക്കുന്ന ഒരു വ്യാളിയുടെ ചിത്രം. അവന്റെ പുറത്ത് ഇതുപോലെ ഒരെണ്ണുള്ളതായിട്ട് അവൾ ഓർത്തെടുത്തു. സാധാരണ ടാറ്റുവിൽ നിന്ന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് അതിനെന്ന് തോന്നിയവൾക്ക്. നീലയും പച്ചയും ചേർന്ന ഒരു നിറമാണ്. അതിന്റെ കണ്ണുകൾക്ക് എന്തോ വല്ലാത്തൊരു തിളക്കമുള്ളതുപോലെ. ഏറെ നേരം അവൾക്ക് ആ ടാറ്റുവിലേക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. കണ്ടു കഴിഞ്ഞോ അപ്പു? അത്രയും അടുത്ത് നിന്ന് ആ ശബ്ദം കേട്ടതും ഞെട്ടിലോടെ മുഖമൊന്ന് ഉയർത്തി നോക്കിയവൾ. തൊട്ടരികിലായി നിൽപ്പുണ്ടവൻ. കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവമാണ്. മീരയെ ഒന്നാകെ തളർത്തിക്കളയുന്ന ഒരു ഭാവം. മീരയുടെ മുഖം ചുവന്നുപോയി. എന്താ എന്റെ കിളിക്കുഞ്ഞേ? നാണം കൊണ്ട് കുനിഞ്ഞു പോയ മുഖം കയ്യിലെടുത്തുകൊണ്ട് ആ മിഴികളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് ചോദ്യം. അവിടെ ചിരിയോ വാത്സല്യമോ അല്ല, ആളുന്ന പ്രണയമാണോ, തീവ്രമായ അനുരാഗം? നാണാണ് എന്റെ അപ്പൂന്? ചോദിക്കുന്നതിനൊപ്പം അവളൊരു കയ്യാൽ എടുത്തുയർത്തി തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചവൻ. വിറച്ചുകൊണ്ട് അവിടെ മൃദുമേനി ഒന്നാകെ അവന്റെ ശരീരത്തിൽ അമർന്നു. ഒന്നേങ്ങിക്കൊണ്ട് അവളുടെ അധരങ്ങൾ തമ്മിൽ അകന്നുപോയി. അവളുടെ ആ പ്രവൃത്തിയിൽ ആദിയുടെ ഹൃദയം ഒന്ന് ശക്തമായി മിടിച്ചു. കണ്ണുകൾ വിടർന്ന് മാറിയ അധരങ്ങളിൽ മാത്രമായി ചുവന്നു തുടുത്ത് നനവൂർന്ന അധരങ്ങൾ. അവയെ ഒന്നാകെ പൊതിയാനുള്ള മോഹം അവനിലേറി. മിഴികൾ ഇറുകെ അടച്ചു തുറന്നവൻ ആ ആഗ്രഹത്തെ വിലക്കി. യു ആർ മൈ വൈഫ് അപ്പു, ദെൻ വൈ ദിസ് ഐസൊലേഷൻ? പറയുന്നതിനൊപ്പം തന്നെ അവളുടെ ഇടുപ്പിൽ കുത്തി അവളുടെ ദാവണി തുമ്പ് അവൻ വലിച്ചൂരി എടുത്തിരുന്നു. അവനെ ഒന്ന് തടയാൻ പോലും ആവാതെ മിഴികൾ ഇറുകെ അടച്ച് ആ നെഞ്ചിലായി കൈ ചുരുട്ടി വെച്ചു മീര. അവന്റെ ഉള്ളിലെ പ്രണയാഗ്നിയിൽ വീണ്ടും കനൽ കോരിയിടുന്നത് പോലെയായിരുന്നു അവളുടെ ഓരോ പ്രവൃത്തിയും. നമ്മളൊന്നാണ്, നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒന്നാണ്. നീ എന്റെയാണ്, ഞാൻ നിന്റെയും. തോളിൽ കുത്തിയ ദാവണി തുമ്പിനെ അടർത്തി മാറ്റിയവൻ പിന്നുപൊട്ടി അവിടെ തോളിലൊരു പോറൽ തീർത്തതും എരിവ് വലിച്ചുകൊണ്ട് അവളവന്റെ മാറിലായി മുഖമമർത്തി കിതച്ചു. എന്റെയാണ് നീ, എന്റെ മാത്രം. ആദിയുടെ ശബ്ദമൊന്ന് മുറുകി.
പറയുന്നതിനൊപ്പം തന്നെ അവന്റെ ചുണ്ടുകൾ അവിടെ തോളിൽ പൊടിഞ്ഞ ചുവന്ന തുള്ളിയെ ഒന്നാകെ നുണഞ്ഞെടുത്തു. അറിയാതൊരു മൂളൽ അവളിൽ നിന്ന് ഉയർന്നുപോയി. നമുക്ക് പ്രണയിക്കാം അപ്പു. തന്റെ ചോദ്യത്തിന് അനുകൂലമായി അവളൊന്ന് മൂളിയ നിമിഷം തന്നെ ആ ചുവന്ന് തുടുത്താതരങ്ങളെ ഒന്നാകെ പൊതിഞ്ഞെടുത്ത് ചുംബിച്ചവൻ. അത്രമേൽ തീവ്രമായി, അതിനേക്കാൾ ഭ്രാന്തമായി. തന്നിലെ പ്രാണനെപ്പോലും അവൻ ആ ചുംബനത്തിൽ കവർന്നെടുക്കുന്നത് പോലെ കൈകൾ അവളുടെ കഴുത്തിലൂടെ തെന്നിയൊഴുകി മാറിൽ അമർന്ന നിമിഷം ഒന്നേങ്ങിക്കൊണ്ട് അവന്റെ ശരീരത്തോട് അമർന്ന് കളഞ്ഞവൾ. മൃദുലമായ ആ മാറിൽ തഴുകിയും തലോടിയും ഞെരിച്ചുമെല്ലാം അവൻ ചുംബിച്ചതും ആദ്യമായിട്ടറിയുന്ന വികാരങ്ങളുടെ തീവ്രതയിൽ അവളുടെ ശരീരമൊന്നാകെ വിറച്ചു. അവൾ തളർന്നു പോകുമെന്ന് തോന്നിയ നിമിഷം അതിരങ്ങൾ വേർപ്പെടുത്തിക്കൊണ്ട് ആദ്യം അവളെ ഒന്നാകെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. മിഴികൾ അടച്ച് കിതക്കുന്നവൾ അവനിൽ ഒരു പുഞ്ചിരി വിരിയിച്ചു. ധാവണിയുടെ മറയില്ലാതെ ഉയർന്നു താഴുന്ന മാറിടങ്ങളിലായി ആ നോട്ടം ചെന്നു നിന്നു ശക്തമായി തലയെന്ന് കുടഞ്ഞവൾ. നമുക്ക് പതിയെ പ്രണയിക്കാൻ കിളിക്കുഞ്ഞേ. എന്റെ ചെറിയൊരു ഉമ്മയിൽ തന്നെ തളർന്നു വീഴാൻ തുടങ്ങിയാൽ എങ്ങനെയാണ്? ഒരു സ്വകാര്യം പോലെ അവൻ മന്ത്രിക്കുമ്പോൾ അല്പം മുമ്പ് മുത്തിച്ചുവപ്പിച്ച അധരങ്ങളിൽ ഒരു പുഞ്ചിരി വിരിയുന്നത് അവന്റെ തീക്ഷ്ണമായ മിഴികൾ കൊണ്ട് ഹൃദയത്തിൽ പതിച്ചു വെച്ചു.